ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖം തന്നെ. എന്ത് ചിരിക്കണേ? അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് വീഡിയോ എന്ന് ആർക്കും അറിയില്ല. എനിക്കും എൻ്റെ ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. സർപ്രൈസാണ്. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള കുക്കിങ്ങും ട്രാവലോ ഡേ ഇൻ മൈ ലൈഫോ ഒന്നുമല്ല. ഇന്ന് പുതിയൊരു വീഡിയോ ചലഞ്ചാണ്. ചലഞ്ച് അപ്പോൾ നമ്മൾ ചലഞ്ച് ഇവിടെ വെച്ചിട്ടല്ല, പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ചലഞ്ച്, ആരൊക്കെ തമ്മിലാണെന്ന് നമുക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ചലഞ്ചിലോട്ട് കിടക്കാം. പാർട്ടിസിപ്പന്റ് നമ്പർ 1, 2. അപ്പോൾ ചലഞ്ച് എന്താണ് അറിയോ? അപ്പൊ ഓക്കെ. അപ്പൊ ചലഞ്ച് എന്താ അറിയോ? ഞങ്ങള് ഒരു 50 ദിർഹം തരും രണ്ടുപേർക്കും. അതായത് സെപ്പറേറ്റ്. അത് ഒരു ഇതാണ്, ഒരു ബഡ്ജറ്റ് 50ന്റെ ഉള്ളിൽ, അത്രേ ഉള്ളൂ. ഇന്ന് കറക്റ്റ് 50 വേണമെന്നില്ല. അതിന്റെ ഉള്ളിൽ, 50ന്റെ ഉള്ളിൽ A to Z ഇല്ലേ, ആൽഫബറ്റ്, അങ്ങനെ സാധനങ്ങൾ മേടിക്കണം. ഓരോ ലെറ്ററിലും സ്റ്റാർട്ട് ചെയ്യുന്ന. അത് വെറും സാധനങ്ങളല്ല, നമ്മുടെ കിച്ചണിലോട്ട്, നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. നമ്മുടെ വീട്ടിലോട്ട്. അതാണ് ചലഞ്ച്. 50, അതായത് ഇതില് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 50ന്റെ ഏറ്റവും കുറവ് എമൗണ്ടിൽ ആരാണ് മേടിച്ചു വെച്ചാൽ അവര് ജയിച്ചു. 50ന്റെ ഉള്ളില് മേടിക്കണം. ആരാണ് ഏറ്റവും കുറവ് എമൗണ്ടിൽ. അതിനാണ്. അതല്ലാതെ A ഫോർ അരി പറ്റില്ല. പറ്റുന്നൊക്കെ എടുക്കാം. ഇല്ലല്ലേ, എത്രത്തോളം എടുക്കാൻ പറ്റും? ഒരേ സാധനം എടുക്കാം. റിപ്പീറ്റാ മതി. അപ്പൊ അത് -പോയിന്റാ. ഇപ്പൊ R4 റൈസ് രണ്ടുപേരും എടുത്തു വിചാരിക്കേ, ആ പോയിന്റ് കുറഞ്ഞു. ഓക്കെ, തുടങ്ങല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, സ്റ്റാർട്ട്. അപ്പൊ ഇനി മുതൽ നിങ്ങൾ രണ്ടുപേരും എതിരാളികളാണ്. ഓക്കെ ഓക്കെ ഓക്കെ, റെഡി, ഗോ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും ഒരു ബ്രെഡ് മേടിക്കാൻ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ബ്രെഡും പാലും മുട്ടയും പഴവും എല്ലാം മേടിച്ച് വരുന്ന ആൾക്കാരാണ്. ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ മേടിക്കുക, ഒരു എമൗണ്ടിൽ കൂടുതൽ മേടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവർക്ക് ഇങ്ങനെ ഒരു ചലഞ്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു ചലഞ്ച്. ഇപ്പോൾ രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്തു. നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ എടുത്തിട്ട് അടിപൊളിയായിട്ട് ചെയ്തു. രണ്ടുപേരും കൂട്ടി മുട്ടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തടഞ്ഞു നിർത്തി. പിന്നെ സമയം കുറച്ച് കൂടുതലായപ്പോൾ ഞങ്ങൾ ആദ്യം ടൈം ലിമിറ്റ് വെച്ചില്ല. പിന്നെ അവർ അധികം സമയം എടുക്കുന്നുണ്ടപ്പോൾ ഞങ്ങളൊരു ടൈം ലിമിറ്റ് വെച്ചു. ആദ്യം ചേച്ചിയുടെ ഏട്ടൻ്റെ കഴിഞ്ഞു, അതായത് ആളുടെ കയ്യിൽ ക്യാഷ് കഴിഞ്ഞു പറഞ്ഞപ്പോൾ പിന്നെ നിർത്തി. പിന്നെ കുറച്ചുകൂടെ സമയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചു? നമ്മുടെ ആമിയും മൊയിലും കഥയില്ലേ, അതുപോലെ തന്നെ സത്യം ഇവിടെ സംഭവിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏട്ടൻ പിന്നെ സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ എൻ്റെ ഏട്ടൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഗോളടിച്ചു എന്നല്ല, ആളപ്പോഴേക്കും ബില്ല് ചെയ്ത് ഫിനിഷിംഗ് പോയിൻ്റോട്ട് കയറി പോകുന്നു. അപ്പോൾ ഏട്ടൻ ലാസ്റ്റായി എന്നല്ല, സെക്കൻഡായി പോയി. ആ ചോക്ലേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കൂ. ഒരു പാർട്ടിസിപ്പന്റ് ഇവിടെ എത്തി കഴിഞ്ഞു. രണ്ടാമത്തെ പാർട്ടിസിപ്പന്റ് ഇതാ വരുന്നു. സമയം You are a good competitor, but I have to tell you this. You are disqualified. Because you are 1 minute late. The time was 3:20. കഴിഞ്ഞു ഗൈസ്, ചലഞ്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ മേടിച്ചിട്ടുണ്ട് നമുക്ക് പോയിട്ട് കാണാം ഗൈസ്. 49 രൂപ അല്ലേ, 45 ദിർഹം 15 പൈസ സാധനം മേടിച്ചിരിക്കുന്നു. ഓക്കെ, ഫിൽസ്. പ്രജീഷ് തൊടിങ്ങൾ 50 ദിർഹം 55 പിൽസ്. അത് എന്തായിരുന്നു? ആൻവിക്ക് മിഠായി വാങ്ങിയതുകൊണ്ട്, അതുകൊണ്ട് നമ്മൾ 50 ആയിട്ട് കണക്കാക്കുന്നു. ഓക്കെ,
അപ്പൊ തുടങ്ങല്ലേ? രണ്ടാമത്തെ കാര്യം ടൈം ലിമിറ്റ് ഓക്കെ 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 ഓക്കെ. ഏട്ടൻ ബില്ലാക്കുന്ന സമയത്ത് 4:19 അല്ല 3:19 ആ എന്നിട്ട് എന്താ പോരാഞ്ഞേ? ഓക്കെ ഞാൻ പറയാം. ഓരോ ലെറ്റർ ആയിട്ട് പറയുമ്പോ സാധനങ്ങൾ എടുത്താൽ മതി. ഓക്കെ ഓരോ ലെറ്റർ പറയുമ്പോ ഏതാന്ന് ഓരോരുത്തർ പറയാം. എ ഫോർ ശ്രേഷ് പറയൂ. എ ഫോർ എടുക്കങ്ങട്. അഗർബത്തി. രജീഷ് ആപ്പിൾ ജ്യൂസ്. ഓക്കെ സെക്കൻഡ്. നിങ്ങളിങ്ങനെ പറഞ്ഞോ? ബി ഞാൻ പറയുന്നു വേണ്ട. ബി ശ്രേഷ് എടുക്ക്. പുറത്തേക്ക് ഇട്ടോ? ഈ സൈഡിലിട്ടോ? ബീഫ് ബ്ലേഡ്. ഇതെന്താണാവോ? C4 ചിപ്സ്. രണ്ട് പോയിന്റ്. സി ഇല്ലാന്ന് ഒരു ക്യാരറ്റ് എടുത്തിടായിരുന്നില്ലേ? ക്യാരറ്റ്. ഓക്കെ സി ഇല്ല. 2 പോയിന്റോട് കൂടി പ്രജീഷ് തൊട്ടിങ്ങൾ മുന്നേറുന്നു. ചോക്ലേറ്റ് മാറ്റേണ്ടി എന്തേ? കളറിന്റെ പൈസ തയ്ക്കാൻ വേണ്ടിട്ട്. ഓക്കെ സീന് ചോക്ലേറ്റ് മാറ്റി. അടുത്ത് കാണിച്ചോ? ഞാനല്ല ചോക്ലേറ്റ് എടുത്തുള്ള ഇതിന്റെ വില കുറവുള്ള ചോക്ലേറ്റ് ആയിരുന്നു. പക്ഷെ പൈസ 50 ഇതിന്റെ ഉള്ളിൽ ബി ബി അല്ല ഡി. ദാൽ. ഇവിടെ പക്ഷെ രണ്ടുപേരും ഒരേ അർത്ഥത്തിലല്ലേ? ദാല്. ഡി ഫോർ ദാലല്ലേ മേടിച്ച്? അത് വെച്ചില്ല. ഇല്ല ദാലല്ലേ? പോയി പോയി. രണ്ടുപേരും ദാലാണ്. ദാലിനുള്ള ഉദ്ദേശിച്ചെടുത്തല്ലേ? അല്ലേ? ഇതെന്ത് ദാലാ? ഡി ഫോർ എന്താ ഉദ്ദേശിച്ചേ? ഓക്കെ ഒന്നെങ്കിൽ ഒന്ന്. അടുത്തത് ഡി കഴിഞ്ഞാ പറ. ഇ ഫോറോ? ഇടിയപ്പം അയ്യാണ്. ഇടിയപ്പം അയ്യാണ്, നോട്ട് ഇ. ഓക്കെ അപ്പൊ അത് ഈ ഡിസ്കോൾ എഗ്. ജി ഗ്ലൗസ്. ഗ്ലൗസ്. ഏട്ടൻ എന്തിനാ ഗ്ലൗസ് പിടിച്ച്? സോറി എഫ്. ഫ്രഞ്ച് ബീൻസ്. അതവിടെ അയ്യല്ലേ? ഓക്കെ ജി. ഇനി ജി. എഫ് ഫ്ലാഗ്. എഫ് ഫോർ ഫ്രഞ്ച് ബീൻസ്. ജി ഫോർ ഫ്രഞ്ച് ബീൻസ്. അവിടെ ജി ഫോർ ഗ്ലൗസ്. അങ്ങനെയാണ് ആപ്പിൾ എടുത്തിട്ട് ഞാൻ ഇന്ത്യൻ ആപ്പിളും മറ്റേ എടുക്കായിരുന്നു. മറ്റേ ബി ബീൻസ്. ഞാൻ ബി ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ബി ബീൻസ് ആക്കാം, കുഴപ്പമില്ല. പക്ഷെ ഇത് നൈസ് മൂവ് ആയിരുന്നു. ഫ്രഞ്ച് ബീൻസ് നല്ല ഇതായിരുന്നു. ബീൻ കിട്ടു. എന്നാലും കുഴപ്പമില്ല. പോയിന്റ് ഒക്കെ ആണ്. ക്യാമറ നോക്കിയിട്ടൊന്ന് പൊക്കി കാണിക്കണം കേട്ടോ ഓരോ സാധനങ്ങള്. ജി ഫോർ ഗ്ലൗസും ജി ഫോർ ഗി. കയറാൻ പാടില്ല. രണ്ടുപേരും സെയിം ആണ്. 2 പോയിന്റ് വ്യത്യാസമുണ്ട്. ഇല്ല അതിപ്പോ മാറിയില്ല. സിയും പോയിട്ടുണ്ട്. തനിക്ക് എഗ് കിട്ടി. ഈ പോയി. അപ്പൊ ഒരേപോലെയാണ് ഇപ്പൊ. ഫ്രഞ്ച് ബീൻസ് ബിയിലോട്ട് ഇട്ടൂലോ? നമുക്ക് അവസാനം ഇവിടെ എഴുതി കാണിക്കാം. കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോയിന്റ് ക്യാമറയ്ക്ക് കാണിച്ചു തരണേ. ഓ ഹണി. രണ്ട് തരത്തിന്റെ ഹണി. ഐ എന്തായിരുന്നു? അത് ഡിസ്ക്വാളിഫൈ ചെയ്തതാണ്. ഇല്ല പറ്റില്ല. സമ്മതിക്കില്ല. അത് സമ്മതിക്കില്ല. ഇല്ല എടോ അപ്പൊ രണ്ടുപേരും പോയിന്റ് പോവും. അത് പറ്റില്ല.
അത് കളിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി മാറ്റിയിട്ട് ഫ്രഞ്ച് ബീൻസ് ആക്കിയാൽ മതി. ആക്കിലോ ഇല്ല ആക്കി അല്ല ഫ്രഞ്ച് ബീൻസ് ആക്കിയല്ലോ. എഫ് പറ്റില്ല എന്ന് പറഞ്ഞ് ബീൻസ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ ബീൻസ് ആക്കിയത്. Beans ആക്കി. ഇത് ഇടിയപ്പം. ഓക്കെ കള്ളക്കളി കള്ളക്കളി. ഓക്കെ അടുത്തത് അത് ആദ്യം തന്നെ ഇടിയപ്പത്തിലേക്ക് വെച്ചേ. ആ ഐഡിയ ജെ 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 എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ജിലേബി ജിലേബി. കെ. അപ്പൊ അവിടെ എത്ര? ജെ കെ. ഇപ്പൊ അതിന് പറഞ്ഞത് ഇപ്പൊ പ്രജീഷ് മുന്നേറുന്നു. പ്രതീക്ഷനെ മുന്നേറി കേരളം കെ കുൽഫി. കെ ഫോർ കുൽഫി. കുൽഫിയാണ്. ഗുൽഫിയ. ആ, കെ, കെ. ഓക്കെ. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് മെൽറ്റ് ആവും. എല്ല്. അല്ല് ലെമൺ. ഓക്കെ. എല്ലോ. ഓക്കെ ഓക്കെ. ഭയങ്കര പ്ലാനിങ് ആയിരുന്നല്ലോ. എം. മിൽക്ക്. മുതിര. മുതിര. എൻ. എന്നെ. എന്നെ ഉണ്ടായിരിക്കാം. നെസ്കഫെ. ഓക്കെ. ഓ. ഓയിലെത്തില്ല. ഓണിയൻ. ഓക്കെ. പി. പുട്ടുപൊടി. പപ്പടം. ക്യൂ രണ്ടും ഉണ്ടാവില്ല അല്ലേ? ഇല്ല. ആർ. രസം. ആദ്യം ഞാൻ എടുക്കുന്നത് ഇതിൽ വിട്ടു എടുത്തില്ല. എസ്. സ്പോഞ്ച്. ടി. ടീയാ. എടോ ഇത് പി എന്താ? പി എന്താ? ഇത് എന്തിനാ? ഇത് ഓയില്. പാരച്യൂട്ടിലേക്ക് ചേട്ടാ ഓ എന്താ ചെയ്ത്? ഓ ആ ഞാൻ എം എൻ ഒ പി ടി എത്തി. ഓക്കെ എന്താ പറയാ? ഒണിയൻ. ഒണിയനാ ഓയില്. ഓയില്. ഓക്കെ ഓക്കെ ഓക്കെ. യു. വി. യു ഉണ്ടോ? ഉച്ചാല. ഏ ഓടത്. വി. വി എന്താ? ബി ഞാൻ ഒന്നും കൊടുത്തില്ല. ഓ പിന്നെ അടുത്ത വി അടിക്കും. വി അടിക്കും. ഇതെന്താ? യോഗട്ടാ. ആ ബോൾ. താൻ വാട്ടെടുത്തിണ്ടായിരുന്നല്ലോ. തിരിച്ചു കൊടുത്തു. ഇതെന്താ? മറ്റേ ഈ സാധനം എന്താ പറയാ ചെറുപേര്. എന്റെ ബോൾ എന്താ പേര്? സി എവിടെ? സി ചെറുപേര്. നോക്കട്ടെ ഇതിന്റെ ഇംഗ്ലീഷ് പേരെന്താ? വെള്ളരി. അതിലെന്താ എഴുതിന്ന്? ഇംഗ്ലീഷ് വെള്ളരി. ഓക്കെ ഗായ്സ്. തന്റെ എം എന്തായിരുന്നു? എന്റെ അമ്മ മുതിര. ഓ അത് വേറെ എന്തെങ്കിലും സോറി. ഇതില്ല. വൈ യോഗട്ട്. ഞാൻ യോഗട്ട് എടുത്തില്ല. ഇല്ല വൈയില്ല. സെറ്റ് ഒന്നുമില്ല. സെറ്റ് ഇല്ലല്ലോ. ഓക്കെ ഗൈസ് ഇനി 17 പോയിന്റ് കിട്ടിയിട്ട് അതിൽ നിന്ന് 2 പോയിന്റ് കുറച്ച് 15 പോയിന്റ് പോയി മുന്നേറി നിൽക്കുന്ന വിജയി പ്രജീഷ് തൊട്ടിങ്ങോട്ട് ഉള്ള സമ്മാനദാനമാണ് ഇവിടെ നടക്കുന്നത്. റൈസിൽ എത്ര പോയിന്റ് ആയിരുന്നു? 13 പോയിന്റ്. കുറയ്ക്കാൻ പറ്റുന്ന കുറച്ച് നോക്കി ജഡ്ജ് തന്നെ ന്യായമായിട്ട് തോക്കേണ്ട ആളെ ജയിപ്പിച്ചതാണ്. 17 പോയിന്റ് ആയിരുന്നു എണ്ണ കിട്ടിയത്. അതിൽ 2 പോയിന്റ് എങ്ങനെ കുറഞ്ഞിട്ട്? ഒന്ന് സമയം 3:20 എത്താൻ പറഞ്ഞിട്ട് 3:22 22. ഞാൻ അപ്പൊ നോക്കിയപ്പോ 22. ജി ഷോക്കിൽ 22. 3 മണി മുതൽ കഴിഞ്ഞു കൈ നോക്കി നേരത്തെ കഴിഞ്ഞതാണ്. പക്ഷെ ബില്ല് ചെയ്ത് അവിടെ തിരക്കായി. അതുകൊണ്ട് ഒരു കൺസിഡറേഷൻ കൊടുത്തോണ്ട് ഡിസ്ക്വാളിഫൈ ചെയ്തില്ല. പക്ഷെ കഴിഞ്ഞു പറഞ്ഞതിന് ശേഷം ഏട്ടൻ സാധനങ്ങൾ മേടിച്ചു. അത് ടൈം ഉണ്ടല്ലോ. സാധനം മേടിച്ചേ. അത് 3:05 ശേഷം ആ സമയത്ത്. അപ്പൊ അതുകൊണ്ടും പിന്നെ ബില്ലില് ചെറിയ വേരിയേഷൻ ഉള്ളത് കൊണ്ടും 2 പോയിന്റ് ഞങ്ങള് നെഗറ്റീവ് മാർക്ക്. പിന്നെ ടൈം തരാം. ഒരു പോയിന്റ് ഇതൊരു പൈസയിലെ വ്യത്യാസം വരാൻ കാരണം ആൻവി കരയുന്നതുകൊണ്ട് അവർക്കൊരു മിഠായി മേടിച്ചു. അത് പക്ഷെ ഈ ബഡ്ജറ്റ് കൂടി. എത്ര കൂടി? 30 ബിൽസ്. 55 വേറൊരു 55 ബിൽസാണ് ബിൽ എമൗണ്ടിൽ കൂടിയിട്ടുള്ളൂ. ആണെങ്കിൽ മേടിച്ച മിഠായിന്റെ പ്രൈസ് അതുകൊണ്ട് 2 പോയിന്റ് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തു. 55 ബിൽസേ ആവുള്ളൂ. അവരുടെ മാത്രല്ല മറ്റേ ഇതിന്റെ അവരുടെ പൈസയും കൂടി ഒക്കെ കൂടി ചേർത്ത്. ഓക്കെ അതുകൊണ്ട് 2 മൈനസ് മാർക്ക്
കാരണം 15 എത്തി. കട്ട് ചെയ്യരുത്. ഞാൻ കട്ട് ചെയ്യും. നിയമപരമായിട്ട് ജയിച്ചായിരിക്കും എത്രയും പെട്ടെന്ന് തന്നിട്ട് ഈ ചടങ്ങ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ സമ്മാനം വിജയിച്ച പ്രജീഷ് തോട്ടിങ്ങൾക്ക് ഇവിടെ സമ്മാനം നൽകുന്നു. ഡിസ്ക്വാളിഫൈ ആളെ നമ്മൾ ജയിപ്പിക്കാൻ പോ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലുള്ള ചലഞ്ചസ് ആയിട്ട് നമുക്ക് വേറെ വീഡിയോ കാണാം. അപ്പൊ നമ്മള് സമ്മാനദാന ചടങ്ങ് കഴിഞ്ഞു. അപ്പോ തോൽവി ഏറ്റുവാങ്ങിയ ആൾക്കാർക്ക് നമ്മൾ എന്ത് കൊടുക്കണം? പണിഷ്മെന്റ് കൊടുക്കണം. അപ്പൊ എന്റെ ഭർത്താവ് ശ്രേയസ് എമ്മിന് ഞാൻ തന്നെ പണിഷ്മെന്റ് കൊടുക്കണം. പണിഷ്മെന്റ് എന്താണെന്ന് അറിയോ? കോപ്പറേറ്റ് വരും കേട്ടോ പാട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ കോപ്പറേറ്റ് അടിച്ചു പണിഷ്മെന്റ് എന്ത് പണിഷ്മെന്റാ? സ്റ്റാൻഡ് വെക്കുക. ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല. പോയി സ്റ്റാൻഡ് വെക്ക്. ഞങ്ങൾ 1 2 3 4 പേർക്ക് സ്റ്റാൻഡ് ആക്കാം. ഇതൊക്കെ ഒരു പണിഷ്മെന്റ് ആണോ? അതൊക്കെ ഇപ്പൊ ചോറുന്നല്ലേ? ഇപ്പൊ സമയം എത്ര? 5:10 ചായ കുടിക്കുന്ന സമയമാണ്. ചായ ഉണ്ടാക്കുക. യെസ്, ലെറ്റ്സ് ഗോ ടു ദി കിച്ചൺ. അപ്പോഴേക്കും ഗിഫ്റ്റ് അൺബോക്സ് ചെയ്താലോ? അതല്ലേ ലൈറ്റ് അയ്യോ ബാക്ക്ഗ്രൗണ്ട്. സാധനങ്ങളൊക്കെ എടുത്ത് തരും. ഒരാൾക്ക് പണിഷ്മെന്റ് കൊടുക്കുമ്പോ എന്ത് സന്തോഷം, അതും സ്വന്തം ഭർത്താവിന്. ആദ്യം ആർക്കാ? വിജയിക്ക് കൊടുക്കും. വിജയിക്ക് ആദ്യം കണക്കാ. ഈ ഗ്ലാസ് കണക്കുള്ള എന്താ? ഈ ബ്രൗൺ കളർ ഗ്ലാസ് ഫസ്റ്റത്തെ. കുട്ടിയുടെ പേരെന്താ? ഞാൻ വന്നിട്ട് പറഞ്ഞല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചലഞ്ചും വീഡിയോ എല്ലാം. രണ്ടുപേരെയും 2 പ്ലേറ്റിലാക്കാനൊക്കെ നോക്കി, പക്ഷെ നടന്നില്ല ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.